ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ നോക്കുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിൻ എന്ന് പറയുന്ന സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ കാണാം. അതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ ഒരു ചെറിയൊരു ഭാഗം കൂടെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ വേഴ്സ് സൈൻ പൈ ബൈ 3 എക്സാമിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. സൈൻ വേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാലും കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ വേഴ്സ് സൈൻ ക്യാൻസൽ ആവും, നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. കോസ് ഇൻവേഴ്സ് കോസ് ക്യാൻസൽ ആവും, എക്സ് കിട്ടും. ഇത് 6 റേഷ്യോയിലും സെയിം ആണ്. സോ സെയിം വേ നിങ്ങൾ ഇവിടെ ഈ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക. സൈൻ വേഴ്സ് സൈൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈ ബൈ 3 എന്ന് കിട്ടി. പക്ഷേ ഈ ഉത്തരം ശരിയാണോ അല്ലേ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഉത്തരം ചെക്ക് ചെയ്യാം. സോ പൈ ബൈ 3 സൈൻ വേഴ്സിന്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആണ് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ കാണാൻ അപ്പോഴേ കണക്ട് ആവുള്ളൂ. സോ അതല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് മാത്രം കണ്ടാൽ മതി കേട്ടോ. മൈനസ് പൈ ബൈ 2 പൈ ബൈ 2, അതായത് മൈനസ് 90നും 90നും ഇടക്കാണല്ലോ. നിങ്ങൾ ചെക്ക് ചെയ്യുക പൈ ബൈ 3യുടെ വാല്യൂ എത്രയാണ്? പൈ ബൈ 3യുടെ വാല്യൂ എത്രയാണ്? 60 ആണ് അല്ലേ. നമുക്കറിയാം 60 ഡിഗ്രി ഇലോങ്സ് ടു എന്താണ്? മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആണ്. സോ ദെയർഫോർ ഫൈനൽ ആൻസർ ഈസ് പൈ ബൈ 3. 60 എന്നല്ല, പൈ ബൈ 3 തന്നെ ആൻസർ എഴുതി വെക്കണം കേട്ടോ. സോ ഇത് ഡയറക്റ്റ് ആൻസർ ആണ്. സൈൻ വേഴ്സ് സൈൻ ക്യാൻസൽ ചെയ്യുമ്പോൾ പൈ ബൈ 3 ആണ്. പക്ഷേ ചെക്ക് ചെയ്യുക പൈ ബൈ 3 ഇലോങ്സ് ടു സൈൻ്റെ കേസിൽ നമുക്കറിയാം മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആണ് ഓൾറെഡി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇതേപോലെ നിങ്ങൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ ടിസ്റ്റ് ആണ്. ഇതാണ് എക്സാമിന് വരിക കേട്ടോ. സൈൻ വേഴ്സ് സൈൻ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ 2 പൈ ബൈ 3 ആൻസർ ബ്ലണ്ട് ആയിട്ട് എഴുതി വെക്കാൻ പാടില്ല. ഇങ്ങനെ എഴുതി വെച്ചാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ചെക്ക് ചെയ്യാം വാട്ട് ഇസ് 2 പൈ ബൈ 3. 2 ഇൻറ്റു അല്ലേ, എന്താ പൈയുടെ വാല്യൂ ഒക്കെ പറഞ്ഞോട്. 2 ഇൻറ്റു 180/3 ആണ്. 3 180 വെട്ടിയാൽ 60 ആണ്. 2 ഇൻറ്റു 60 എത്ര? 120 ഡിഗ്രി ആയി മാറും. സി സൈൻ്റെ കേസിൽ 120 ഡിഗ്രി ആണോ പറയുന്നത്? മൈനസ് 90നും 90 ഡിഗ്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. സോ ഈ അസംഷൻ തെറ്റിപ്പോയി. 2 പൈ ബൈ 3 എന്ന് പറഞ്ഞ ആൻസർ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. സോ ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എക്സാമിന് ചോദിക്കും. ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദ 2 പൈ ബൈ 3 ഇസ് ദ റോങ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ ഇനി എങ്ങനെ ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്മൾ അതുപോലെ തന്നെ എഴുതുക. സൈൻ വേഴ്സ് സൈൻ 2 പൈ ബൈ 3 എന്ന് നമ്മൾ എഴുതുക. ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. സൈൻ ഇൻവേഴ്സ് എന്ന് എഴുതുക, അണ്ട് സൈൻ എന്ന് എഴുതുക, അണ്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുക. ശ്രദ്ധിച്ചോ, പൈ ഫിക്സ്ഡ് ആ. ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ പൈ ഫിക്സ്ഡ് ആ. താഴെ 3 മേളിൽ 2 ആ. താഴത്തിനെക്കാട്ടി ചെറുതാണ് മുകളിൽ, അതുകൊണ്ട് മൈനസ്. അപ്പോൾ താഴത്തിനെക്കാട്ടി വലുതാണ് മേലെ വന്ന പ്ലസ് ഇട്ടോ. ഇനി ഡിനോമിനേറ്റർ എത്രയാണ്? 3. എപ്പോഴും അങ്ങനെ തന്നെ എഴുതണ്ടേ? 3 ആണ് എഴുതണ്ടേ. ഡിനോമിനേറ്റർ എപ്പോഴും എന്താണ് ഡിനോമിനേറ്റർ തന്നെ എഴുതി വെച്ചാൽ മതി. അത് പ്ലസ് ചെറുതിൻ്റെ വലുതായാലും വലുതിന് ചെറുതായാലും അത് തന്നെയാണ്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു പൈ 3 പൈ അല്ലേ. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. 3 ഇൻറ്റു പൈ 3 പൈ മൈനസ് സംതിങ് പൈ. എത്ര കുറച്ചാലും 2 പൈ ആവുക? നമുക്കറിയാം പൈ കുറച്ചാലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നത് എന്ത് തന്നെയാണ്? പൈ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം സൈൻ വേഴ്സ് സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞ പാറ്റേൺ ആയി. ഓക്കെ, ഇതിങ്ങനെ പഠിച്ചു വെച്ചോ, എന്നാലും കുഴപ്പമില്ല. സൈൻ പൈ മൈനസ് എക്സ്. സോ സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ആണ്. സോ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? സൈൻ പൈ ബൈ 3 കിട്ടും കേട്ടോ. ദി ആൻസർ ഒന്ന് പഠിച്ചു വെച്ചോ, എന്നാലും കുഴപ്പമില്ല. സൈൻ വേഴ്സ് സൈൻ ക്യാൻസൽ ആവും. വാട്ട് ഇസ് ദ ആൻസർ? പൈ ബൈ 3 ഇസ് ദ ആൻസർ. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലോങ്സ് ടു എന്തായിരിക്കും? മൈനസ് പൈ ബൈ 2 എന്തായിരിക്കും? പൈ ബൈ 2. ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി അത് അങ്ങനെ ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ പൈ ബൈ 3 ആണ് കേട്ടോ. ഈ എക്സാമിന് ക്വസ്റ്റ്യൻ വരും, ബ്ലെൻഡ് ചെയ്ത് 2 ബൈ 3 എന്ന് എഴുതരുത്. ഓക്കെ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി കണ്ടിട്ടില്ലെങ്കിൽ കാണാം, അതിന് ശേഷമാണ് ഈ വീഡിയോ കാണേണ്ടത് നിങ്ങൾ കേട്ടോ. സോ നെക്സ്റ്റ് ചെക്ക് ചെയ്യാം. നേരെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനന്റിലോട്ട് പോവാം. മെട്രിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എ തന്നിട്ടുണ്ട്. സോ എ സ്ക്വയർ മൈനസ് 10a പ്ലസ് 11i. ഓൾറെഡി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ടോപ്പിക് ഇങ്ങനെ കണ്ടുപോകാം കേട്ടോ. സോ എ നമുക്കറിയാം എ സ്ക്വയർ 10a പ്ലസ് 11i. ഇത് ചിലപ്പോൾ എക്സാമിന് ഇവിടെ ഐക്ക് പകരം 2 എന്നൊക്കെ വരും കേട്ടോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ വന്നിരുന്നു. I2 എന്ന് വന്നാലും I എന്ന് വന്നാലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ കാണാം. സോ എല്ലാവരും കണ്ട എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ. എന്താ സാറേ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എക്സ് ഇൻറ്റു എക്സ് അല്ലേടാ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. എ 2 വട്ടം ഗുണിക്കുക. വളരെ സിമ്പിളാണ്. എ 2 വട്ടം എല്ലാവരും ഗുണിച്ചേ. 7 5 2 3 ഗുണിക്കണം 7 5 2 3. കാരണം 2 സെയിം മെട്രിക്സാ. സോ എങ്ങനെ ഗുണിക്കുക? റോ കോളം വൈസ് ആണ് അല്ലേ. ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. റോ കോളം വൈസ് ആണ് ഗുണിക്കുക. സോ ആൻസർ പറഞ്ഞു. ആൻസർ പറഞ്ഞാൽ 7 ഇൻറ്റു 7 49 അല്ലേ. 5 ഇൻറ്റു 3 5 ഇൻറ്റു 2 10. എന്ത് 10? പ്ലസ് 10. ഓക്കെ, ഇനി റോ കോളം വൈസ് 7 ഇൻറ്റു 5 35. 5 ഇൻറ്റു 3 സെക്കൻഡ് എടുക്കുമ്പോൾ സെക്കൻഡ് ഇടാം. ഇതൊക്കെ അറിയില്ലേ? 5 ഇൻറ്റു 3 15. ഇനി സെക്കൻഡ് റോ എടുക്കുമ്പോൾ 2 ഇൻറ്റു 7 14. 3 ഇൻറ്റു 2 പ്ലസ് 6. ഇനി 2 ഇൻറ്റു 5 10 പ്ലസ് 3 ഇൻറ്റു 3 9. സോ സിംപ്ലിഫൈ ചെയ്യുക. സോ ആൻസർ 49 10 59 30 40 50 അല്ലേ. തെറ്റില്ലല്ലോ. 30 40 50. സോ 16 20. അതുപോലെ 10 19
ഇതാണ് നമുക്ക് എ സ്കോർ കിട്ടുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് എ സ്കോർ എന്നൊക്കെ ചോദിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എ സ്കോർ കാണാം, കാരണം അവിടെ എ സ്കോർ ഉണ്ടല്ലോ. സോ എ സ്കോറിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. ശരി, ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യുക, എ സ്കോറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂ കൊടുക്കാം. ബിഫോർ നമുക്ക് 10A കാണണം, 11A കാണണം അല്ലേ. സോ നമുക്ക് 10A കാണാം. എങ്ങനെ 10A കാണാം? വളരെ സിമ്പിളാണ്. 10 എന്ന് വെക്കുക, എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഓൾറെഡി അവിടെ കൊടുക്കുക. 7 5 2 3. 10 കൊണ്ട് എല്ലാ നമ്പറുകളും എന്ത് ചെയ്യടാ, 10 കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ നമ്പറുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാ നമ്പറേയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 × 7 എത്രയാടാ? 70. 10 × 5 എത്രയാടാ? 50. 10 × 2 20. 10 × 3 എല്ലാ നമ്പറുകളെയും ഗുണിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 10 എന്ന് പറയാം. അതേപോലെ 11i ചിലപ്പോൾ I2 എന്നും വരട്ടാ, ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവരുത് എക്സാമിന്. I എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് 0 0 1. സാർ അതെന്താ, ഡയഗണൽസ് 1 ആവും, അപ്പർ ലോവർ എന്തായിരിക്കും 0 ആവും. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഐഡന്റിറ്റി 2/2 ന്റെ. സോ 11 കൊണ്ട് ഇതേപോലെ നമ്മൾ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക പറ? വാട്ട് ഈസ് ആൻസർ? 11 × 0 0 × 11. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ കംപ്ലീറ്റ് ആൻസർ LHS എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കുക. സോ LHS RHS 0 ആക്കല്ലേ വേണ്ടുള്ളൂ. സോ നമ്മൾ കൊടുക്കുക 59. ഇത് ആൻസർ തെറ്റാൻ ചാൻസ് ഇല്ല മക്കളെ, കാരണം ഇതിന്റെ ആൻസർ കീ വരുന്നതല്ലേ, 0 വരുന്നതല്ലേ. മൈനസ് അതുപോലെ ഇടുക. 10യുടെ ആൻസർ എന്ത് ചെയ്യടാ? 70 50 20 30 പ്ലസ് കിട്ടിയതരാ 11 0 0 11. ഇതൊക്കെ കണ്ണും ചുമ്പി ചെയ്താൽ അപ്പോൾ 59 - 70 എന്ന് പറഞ്ഞാൽ -11 ആയിരിക്കും. എന്തുകൊണ്ടാണ് സാർ ഇതിങ്ങനെ, സാർ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലേ? ഞാൻ പ്രോബ്ലം വർക്ക് ചെയ്തത് പോലില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇവിടെ 11 ആണ്, ഇവിടെ 11 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഓക്കെ, 20 - 20 0 ആണ്, 50 - 50 0 ആണ്, 19 - 20 -11 ആണ്. ഇതൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ, കാരണം -11 + 11 കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? വട്ട 0 കിട്ടും. സോ നമുക്ക് എന്ത് പറയാം, 0 നമുക്ക് എന്ത് കിട്ടും? RHS കിട്ടും കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഓൾറെഡി ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്യുക, എന്നിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ എ തരും, ഫൈൻഡ് കെ എ സ്കോർ ഈക്വൽ ടു KA - 2. ഇത് നോർമലി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കെ കാണാൻ വേണ്ടി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, വരാം, പ്രതീക്ഷിക്കാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എ സ്കോർ ഇതുപോലെ നിങ്ങൾ കണ്ടോ ഫാസ്റ്റ് ആയിട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എ സ്കോർ കാണും. 3 - 2 4 - 2 എഗെയിൻ 3 - 2 4 - 2. കുറേ പേർക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് തെറ്റിപ്പോവുക. ലാസ്റ്റ് സമയം കൊണ്ട് സാർ ഇങ്ങനെ പറയാം കേട്ടോ, ചെക്ക് ചെയ്യുക ശരിയാവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യും. സോ 3 × 3 9. സെക്കൻഡ് എടുക്കുമ്പോൾ സെക്കൻഡ് കേട്ടോ, ഒന്നാമത്തെ എടുക്കുമ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ എടുക്കുമ്പോൾ രണ്ടാമത്തെ. -2 × 4 -8. ഇവിടെ കൊണ്ടുപോയി പ്ലസ് ഒന്നും തട്ടണ്ട കേട്ടോ. 3 × -2 -6. രണ്ടാമത്തെ എടുക്കുമ്പോൾ -2 × -2 എത്രടാ? +4. സോ സെക്കൻഡ് റോ 4 × 3 12 -2 × 4 -8. 4 × -2 -8 -2 × -2 +4. സോ സിംപ്ലിഫൈ ചെയ്യുക. 9 - 8 1 ആണ്, -6 + 4 എത്രടാ? -2 ആണ്. 12 - 8 എത്രടാ? 4 ആണ്. -8 + 4 എത്രടാ? -4 ആണ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. സോ എ സ്കോർ കിട്ടും. സോ എ സ്കോർ സമം KA - 2i എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് KA? നമുക്ക് KA സെപ്പറേറ്റ് കണ്ടോക്കാം അല്ലെ, അതിലുള്ള ഓരോ ആളുകളെ നമ്മൾ കാണും. സോ K എഴുതുക. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 2 4 - 2 ആണ്. സോ Kനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3K - 2K 4K - 2K. സോ K കിട്ടി. സോ അതേപോലെ 2i നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2i കാണാം. ഇപ്പോൾ ഒന്നും വേണ്ട. 2i എങ്ങനെ കാണാം? 2 വെക്കുക. I എന്ന് പറഞ്ഞാൽ 1 0 0 1. അതൊക്കെ അതേപോലെ തന്നെ 2 0 0 2. ഓക്കേടാ. സോ നമുക്ക് 2i കിട്ടി. സോ കംപ്ലീറ്റ്ലി ഇവിടെ കൊണ്ട് തട്ടി കൊടുക്കുക. സോ എ സ്കോർ നേരെ കൊണ്ട് കൊടുക്കുക. സോ 1 - 2 4 -4 സമം K നമുക്ക് കിട്ടിയിട്ടുണ്ടടാ. Kയുടെ വാല്യൂ എന്താണ്? 3K - 2K 4K - 2K -2i 2 0 0 2. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനുശേഷം സിംപ്ലിഫൈ ചെയ്യുക. ഞാനൊക്കെ വായിക്കുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് പോയിക്കും. സോ എന്ത് ചെയ്യടാ, ഇതിന് ഈക്വൽ ആണ് ഇത്. ഇതൊന്ന് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 3K - 2 എന്താടാ? 3K - 2 -2K - 0. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചാൽ മതി. 4K - 0. അന്നിപ്പോൾ എന്ത് എഴുതിയാലും കാര്യമൊന്നുമില്ല. 2K - 2. സോ ഒരെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ, കാരണം K ഒരെണ്ണേ വേണ്ടുള്ളൂ. 1 - 2 4 - 4. ഇവിടെ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകും. സോ ദാർഫോർ 3K - 2 = 1 3K = 1 -2 ആണ് ചാടി എന്താ +2. സോ K = 3K = എന്ത് കിട്ടും? 3. ഒബ്വിയസ്ലി K = എന്തുവാ? 3/3 കട്ടാക്കി കഴിഞ്ഞാൽ 1. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, കാരണം രണ്ട് മെട്രിക്സുകൾ എന്താണ്? ഈക്വൽ ആണ്. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് വർക്ക് ചെയ്യുക കേട്ടോ. സാർ സ്പീഡിൽ പോവാണ്. സോ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇത് നോർമൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. x + y തരും, x - y തരും. എങ്ങനെ സോൾവ് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ ഒരു വരക്കാം. എല്ലാം ഇങ്ങനത്തെ പ്രോബ്ലം വന്നാലും കൂട്ടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ആഡ് ചെയ്യുക. ഇത് ഏത് പ്രോബ്ലം ഇന്ന് എക്സാമിന് x + y x - y എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വന്നാൽ സിംപ്ലി ആഡ് ചെയ്യുക. രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. നോക്കെ y + -y വൈകൾ ക്യാൻസൽ ആവും. ഒരു x + ഒരു x എത്രയാണെന്ന് പറയാം?
2x. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ കൂട്ടുക ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക. ഒരേ കറസ്പോണ്ടിങ് എലമെന്റ് ആണ് കൂട്ടുക. 7 3 10 ആണ്. സോ 0 ആണ്, 2 ആണ്, 5 3 8 ആണ്. സോ വാട്ട് ഈസ് എക്സ്? ഇതിലുള്ള എല്ലാ എലമെന്റിനും എന്ത് ചെയ്യുക? ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 10/2, 0/2, 2/2, 8/2. സോ വാട്ട് ഈസ് ദ ആൻസർ? എക്സ് അല്ലേ? ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10ന്റെ പകുതി എത്രടാ? 5. ന്യൂമറേറ്റർ 0 0 1 എത്രടാ? 8/2 4. സോ എക്സ് കിട്ടും. സോ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈ കിട്ടാൻ ഒരു പ്രയാസമില്ല. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാ എക്സ് പ്ലസ് വൈയിൽ തന്നെ കൊടുത്തു. 7 0 2 5 എന്ന് പറയുന്ന മാട്രിക്സ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് കിട്ടിയ വാല്യൂ ഇവിടെ കൊടുക്കാം. സോ എക്സ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ തന്നെ നമുക്ക് എന്താ കണ്ട്? വൈ അല്ലേ കണ്ട്? വൈ ഇവിടെ നിർത്താം. സോ 7 0 2 5 പ്ലസ് എക്സ് അങ്ങോട്ട് പോയാൽ എന്താ? മൈനസ് എക്സ് ആവും. സാറ് സ്പീഡിൽ ചെയ്യണം നോക്കണ്ട, അത് ഓൾറെഡി നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടാ. ഇത് ചെയ്യണം എന്ന് വിചാരിച്ചല്ല, പിന്നെ കുറേ പേരുടെ റിക്വസ്റ്റ് കാരണം കൊണ്ട് ഇത് ചെയ്യാണ്. സോ 7 - 5 2 0 - 0 2 - 1 1 5 - 4. അടുത്ത എക്സാമിന് ചോദിക്കാം വൈ. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഈ 2 മെട്രിക്സിലൊന്നും കിട്ടുക. ഈ എക്സും വൈയും എന്ത് ചെയ്യുക? ചുമ്മാ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നില്ല എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സോ എക്സും വൈയും നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിമെട്രിക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാധാരണ ഇത് ട്രിക്ക് സാർ പറഞ്ഞുതരാം. ഇതെല്ലാവരും തെറ്റിക്കാറുണ്ട്. ഇത് സിമെട്രിക്കലും വരും, സ്ക്യൂ സിമെട്രിക്. ഞാൻ 2 ക്വസ്റ്റ്യൻ കാണാം. എക്സാമിന് സിമെട്രിക്കും വരും, സ്ക്യൂ സിമെട്രിക്കും വരും. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം എന്താണ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ എയും എ ഡാഷും സെയിം ആവുക. ഇതെന്തൊക്കെയാ സാറേ? എയും എ ഡാഷും. എ ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ആടാ. ട്രാൻസ്പോസിന് എഴുതുന്ന വേറൊരു പേരാണ് എ ഡാഷ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റോനെ കോളം ഇന്റർചേഞ്ച് ചെയ്യുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് എ ട്രാൻസ്പോസ്. അതായത് ഇതിന്റെ ട്രിക്ക് ലോജിക്ക് ഇതാ, ഇത്രയേ ഉള്ളൂ. ഡയഗണൽ ലിസ്റ്റുള്ള നമ്പർ കൊടുക്കാം. ഇപ്പം ഫാൻസി നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 360 മമ്മൂട്ടറ വണ്ടി നമ്പർ 369 അല്ലേ? മമ്മൂട്ടറ വണ്ടിയുടെ നമ്പറാണ് 369. ഇത് നമ്മൾ ഡയഗണൽസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. 369 625 432 180 നിങ്ങളെ ഇഷ്ടമുള്ള ചോയ്സ് കൊടുക്കാം. പക്ഷേ ഇവിടെ എഴുതുന്ന നമ്പർ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാനിവിടെ എഴുതുന്നത് 1 2 3 എന്നാ. ഇവിടെ ഞാൻ 1 2 3 എന്ന് എഴുതിയാൽ ഇവിടെയും ഞാൻ എന്തെന്ന് എഴുതാൻ പറ്റുള്ളൂ? 1 2 3. നമുക്ക് ഇത്രയും പൊസിഷൻസുകളാണ് നമ്പർ ഫില്ല് ചെയ്യാനുള്ളത് അല്ലേ? ഡയഗണൽസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ 1 2 3 കൊടുത്താൽ ഇവിടെ 1 2 3 കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ ഒരു മെട്രിക്സ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇതിനെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ചെയ്യാം. അത് ഇതിന്റെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും എന്താ നിങ്ങൾ ചെയ്ത് നോക്കുക. വീട്ടിലൊന്നും ചെയ്ത് നോക്കുക എന്നിട്ട് അതിന് ട്രാൻസ്പോസ് ചെയ്ത് എന്താണ് കിട്ടുക? സെയിം ആൻസറിനെ കിട്ടുക. റോ കോളായിട്ട് ഇന്റർചേഞ്ച് ചെയ്തൊക്കെ സെയിം ആൻസറെ കിട്ടുക. അതൊന്നും പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഇവിടെ ലോജിക്ക് എന്താ? ഇതാണ് ലോജിക്ക്. ഇത് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്താൽ ഇത് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ആൻസർ എന്താ വരിക? സിമിലറാണ് വരിക. ഇവിടെയുള്ള ആൻസർ എന്താണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ സിംപ്ലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി സിമെട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഏടെ സ്ഥാനത്ത് ഇവിടെ കാണുന്ന ആൻസർ നേരെ എഴുതി വെക്കാം. ഏടെ സ്ഥാനത്ത് ഇവിടെ കാണുന്ന ആൻസർ എത്രയാടാ? 3 ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുക. കാരണം ഇതും ഇതിന്റെ ട്രാൻസ്പോസും സെയിം ആണെന്ന് വേണമെങ്കിൽ അങ്ങനെ കണ്ടോ. സോ എ ഡാഷ് കണ്ടോ. അപ്പോൾ എ ഡാഷ് കണ്ടാൽ എന്താ വരിക? 2a5. സെക്കൻഡ് എന്താണ് വരിക? 3 - 2b c 0 0. ഇനി രണ്ടും കമ്പയർ ചെയ്യാം. കാരണം എ ഡാഷ് ഈക്വൽ ടു ഇത് എക്സാമിന് എഴുതണേ. എ ഈക്വൽ ടു എ ഡാഷ് എക്സാമിന് എഴുതി വെക്കണം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കുക. എയുടെ സ്ഥാനത്ത് എ എത്രയാണ്? therefore a ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. ബിയുടെ സ്ഥാനത്ത് ബി എത്രയാണ്? ബി ഈക്വൽ ടു 0 ആണ്. സി കഴിച്ചിട്ടുണ്ടോ? സിയുടെ സ്ഥാനത്ത് സി ഈക്വൽ ടു എന്താ? കറസ്പോണ്ടിങ് എലമെന്റ് നോക്കാം. സി ഈക്വൽ ടു 5. അപ്പോൾ ഇത് സിമ്പിളാണ്. സിമെട്രിക് വരികയാണെങ്കിൽ സിമ്പിളാണ്. സ്ക്യൂ സിമെട്രിക് വന്നാലും കുഴപ്പമില്ല. സ്ക്യൂ സിമെട്രിക് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എക്സാമിന് ചിലപ്പോൾ സ്ക്യൂ അവിടെ വരിക. നിങ്ങൾ ഇത്രയേ ഉള്ളൂ. തന്ന മെട്രിക്സ് ചെയ്യാണല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക? എ ഡാഷ് കാണാം. സിമ്പിൾ ടെക്നിക്കാണ് സാർ പറയുന്നത്. ഇതിൻ്റെ എ ഡാഷ് കാണാം. 0 3a b 0 - 2 5 2 0. അങ്ങനെ രണ്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് നേരത്തെ പോലെ b ഈക്വൽ ടു 3 റാൻഡം ആയിട്ട് എഴുതരുത്. ഇത് സിമെട്രിക്കിലാണ് എഴുതേണ്ടത്. സ്ക്യൂ സിമെട്രിക് ആണ് ക്വസ്റ്റ്യൻ വന്നാൽ. ഇപ്പോൾ ഇവിടെ നേരെ എ എത്രയാണ്? എ റാൻഡായിട്ട് 5 എന്നാണ് കാണുന്നത്. മക്കളെ ഇത് സിമെട്രിക്കിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഞാൻ ട്രിക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് റാൻഡായിട്ട് എ ട്രാൻസ്പോസ് കണ്ട റാൻഡായിട്ട് എഴുതുന്നത് സിമെട്രിക്കിലാണ്. സ്ക്യൂ സിമെട്രിക്കിൽ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ എഴുതിയതിൻ്റെ കൂടെ എന്ത് ഇട്ട് കൊടുത്താൽ മതി മക്കളെ? മൈനസ് ഇട്ട് കൊടുക്കാൻ ഒന്ന് ഓർമ്മിച്ചാൽ മതി. വേറെ ഒന്നും ഇന്നത്തെ എക്സാമിന് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ എ ട്രാൻസ്പോസ് കണ്ട കിട്ടുന്ന ആൻസറിനൂടെ മൈനസ് ഇട്ട് കൊടുക്കുക. സിമെട്രിക് ആണെങ്കിൽ കറക്റ്റ് ആൻസർ എഴുതുക. സ്ക്യൂ സിമെട്രിക് വരാനാണ് ചാൻസ്. കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ എന്ത് പുള്ളി ചെയ്താൽ? മൈനസ് പുള്ളി ചെയ്താൽ മാത്രം മതി. അതേ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക? ആൻസറിൻ്റെ കൂടെ മൈനസ് പുള്ളി ചെയ്യുക കേട്ടോ. ഓൾറെഡി -5 ആൻസർ എങ്കിൽ അത് 5 ആക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചോണം. അതുപോലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഒരു ഡിറ്റർമെന്റ് ഈക്വൽ ടു 15 ഫൈൻഡ് എക്സ് എന്ന് ചോദിക്കാം. സോ ഡിറ്റർമെന്റ് എങ്ങനെ കാണാം? പറ. എക്സ് ഇൻറ്റു എക്സ് എന്താ? പറഞ്ഞോട്. എക്സ് ഇൻറ്റു എക്സ് എന്താ? ക്രിസ് ക്രോസ് ചെയ്യുക അല്ലേ? 1 × 1 എന്താ? 1 ആണ് അല്ലേ? സോ 15 എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? അവിടെ 15 - 1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ +1 എക്സ് സ്ക്വയർ എത്ര കിട്ടും? 16 ആണ്. എക്സ് എന്താ? സ്ക്വയർ കളയാൻ എന്താ? +or - 4 അല്ലേ? എക്സിന്റെ ഉത്തരം എന്താടാ? +or - 4 അല്ലേ? സ്ക്വയർ കളയാൻ റൂട്ട് ചെയ്യുക അല്ലേ?
സ്ക്വയർ റൂട്ടും വെട്ടുമ്പോൾ എക്സ് കിട്ടും. പ്ലസ് ഓർ മൈനസ് തന്നെ എഴുതണേ. പ്ലസ് ഓർ മൈനസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ റീസൺ അങ്ങനെ എഴുതാൻ കാരണം എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 ആണ്. അപ്പോൾ -4 സ്ക്വയറും 16 ആണ്, 4 സ്ക്വയറും 16 ആണ്. അതുകൊണ്ട് എപ്പോഴും ആൻസറിൽ എന്തുണ്ടാവണം? പ്ലസ് ഓർ മൈനസ് എന്ന് ഇടണം. സ്ക്രീൻഷോട്ട് ഇത് വേഗം പോകും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. സിംഗുലാർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ സിംഗുലാർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സിംഗുലാർ. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഷുഡ് ബി എന്താടാ? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഷുഡ് ബി എന്താടാ? P25 734 5 -1 -6. ഇത് ഓൾറെഡി 0 ആണ് ഡിറ്റർമിനന്റ്. സിംഗുലാർ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞു. ഡിറ്റർമിനന്റ് A ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ P കിട്ടും. വളരെ സിമ്പിൾ ആണ്. സോ പ്ലസ് മൈനസ് പ്ലസ് അല്ലെ, ഇതാണ് ഇതിന്റെ ഓർഡർ. സോ P ഇതിന്റെ റോയും കോൾ അല്ലെ, പ്ലസ് P -2 +5. സാറ് ഡിറ്റർമിനന്റ് ഒക്കെ പറഞ്ഞാൽ ഷോർട്ടൻ ചെയ്യാട്ടോ. സോ ഇതിന്റെ റോ കോൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു 7 × -3 എത്രയാണ്? -18. സോ ഫോർമുലയിൽ -1 × -4 കേട്ടോ. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യില്ലേ? അതുപോലെ റോ കോളം പോയി കഴിഞ്ഞാൽ എടാ ഇത് നിങ്ങൾ ആൻസർ കാണും കേട്ടോ. ഇതിന്റെ ആൻസർ നിങ്ങൾ കാണും. ഓക്കെ, പിയുടെ വാല്യൂ ഞാനിപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല. ഇനി ലാസ്റ്റ് സമയമാണ് നിങ്ങൾക്ക് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സിംഗുലാർ കാണുന്ന എന്നിട്ട് പി കാണുക കേട്ടോ. സോ അതുപോലെ തന്നെ എയും ബിയും തരുവാടാ. ഇതുപോലെ ക്യാപിറ്റൽ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ട് ABCD എന്ന് പറഞ്ഞിട്ട് തന്നിരും. AB ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിന്റെ റിസൾട്ട് തന്നിട്ടുണ്ടാവും. ഫൈൻഡ് ABCD. ഞാൻ വർക്ക് ചെയ്യേ. സോ AB, അപ്പോൾ ജസ്റ്റ് ABയുടെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? AB ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. കാരണം എയും ബിയും തന്നിട്ടുണ്ടല്ലോ. ABയുടെ റിസൾട്ട് തന്നിട്ടുണ്ട്, പക്ഷേ ബി ഓൾറെഡി ABCD ആണല്ലോ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ABയുടെ റിസൾട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. A എന്ന് പറഞ്ഞാൽ 1 -2 -1 3 ആണ്. സോ ബി എത്രയാടാ? ABCD ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുക. റോ കോളം വൈസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 × A എത്രയുടെ? A ആണ്. -2 × C -2C ആണ്. ഇതേ റോ കൊണ്ട് രണ്ടാമത്തെ കോളം ചെയ്യുക. 1 × B എത്രയുടെ? B ആണ്. -2 × D എത്ര? -2D ആണ്. ഇതേ റോ കൊണ്ട് അടുത്തത് -1 × A -A 3 × C എത്രയുടെ? +3C ആണ്. അതുപോലെ -1 × B -B ആണ്. സാർ ഇത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ. നിങ്ങൾ ഇതൊക്കെ പാടെ പഠിച്ചു കൊള്ളാക്കട്ടെ. ഇതിന് സമം ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 2 9 5 6 ആണെന്ന് AB തന്നിട്ടുണ്ട്. സോ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ സോൾവിങ് ആണ്, ഇക്വേഷൻ സോൾവിങ് ആണ്. ഇപ്പോൾ ഒരേപോലത്തെ വേരിയബിൾ എടുക്കുക, AC. അപ്പോൾ എയും സി ഉള്ളതാണ്, എയും സി ഉള്ളതാണ്, അവരെ നമ്മൾ എടുക്കുന്നു. സോ എയും സി ഉള്ള എടുക്കണം. സോ A - 2C ഈക്വൽ ടു എത്രയാടാ? 2. ഇനി അതേ എയും സി ഉള്ള എടുക്കണം. എന്താണ്? -A + 3C ഈക്വൽ ടു എത്രയാടാ? 5 ആണ്. ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ടെക്നിക്ക് ഉണ്ട്, നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടെക്നിക്ക് എന്താ? ഇവിടെ വേരിയബിൾ 1 ആണ്, ഇവിടുത്തെ വേരിയബിൾ ഓൾറെഡി 2 ആണല്ലോ. -2 ആണ്. ഇവിടെ എത്രയാടാ? ആരും ഇല്ലെങ്കിൽ -1 ആണ്. ഇവിടെ 3 ആണ്. സോ നമ്മളിതിൻ്റെ ട്രിക്ക് എന്താണ്? ഇങ്ങനെ വട്ടിടും, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വട്ടിടും അല്ലേ. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എയും സിയും കാണാൻ പറ്റും. അല്ലെങ്കിൽ നോർമലി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എക്സും വൈ സെഡ് ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾ നോർമലി സോൾവ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ എ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ഉണ്ട്. ഇപ്പോൾ ഇത് എക്സും വൈയും ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്ത് അതേ ടെക്നിക്ക് തന്നെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതേ ടെക്നിക്ക് തന്നെ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സും വൈക്കും പകരം എയും ബി ആണ്. അപ്പോൾ എ കിട്ടാനുള്ള ഒരു ടെക്നിക്ക് എന്താ അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലീനിയർ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. അതെല്ലാം അറിയില്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്താൽ -2 × 5 എത്രയിടാ? -10 ആണ്. മൈനസ് ഈ നമ്പറും ഈ നമ്പറും ഗുണിക്കുക, എന്നിട്ട് മൈനസ് ഇടുക. 3 × 2 എത്രയിടാ? 6. ഓൾ ഡിവൈഡ് ബൈ. ഇനി ഈ കേസിൽ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. -1 × -2 എത്രയിടാ? +2 ആണ്. മൈനസ് ഈ നമ്പർ 1 × 3 എത്രയിടാ? 3 ആണ്. സോ അത് സിംപ്ലിഫൈ ചെയ്യുന്നു. -16 2 -1 ക്യാൻസൽ. സോ 16 ആണ് എ കിട്ടുന്നത് കേട്ടോ. 16 ഒക്കെ തന്നെയല്ലേ എ കിട്ടുന്നത്? നിങ്ങൾ ചെക്ക് ചെയ്യണേ. ഞാനിത് സ്പീഡായിപ്പോയി, ഇതാണ് സംഭവം. നമുക്കിത് എന്താ വെച്ചാൽ ടൈം ഇല്ലടാ സാർക്ക്. ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അടിപൊളിയിൽ നിങ്ങൾക്ക് അടിപൊളി സെറ്റാക്കി തരാൻ ഗ്യാപ്പില്ല. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യുക. 16 തന്നെ ആയിരിക്കും കേട്ടോ. അത് ചെക്ക് ചെയ്തോളൂ. എടാ അങ്ങനെ 16 കിട്ടിക്കഴിഞ്ഞാൽ ബി കിട്ടുക, സി കിട്ടാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ABCയുടെ ആൻസർ കാണാം. ഇത് വരാനൊരു സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ സെൽഫായിട്ട് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലല്ലോ മക്കളെ. അധികം സമയം കളയണ്ട. ഞാനിത് കൂടുതൽ നിങ്ങളെ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രിപ്പയർ ചെയ്യുക. ബാക്കിയൊക്കെ വരുന്ന പോലെ നിങ്ങൾ പോട്ടെ കേട്ടോ. അല്ലാണ്ട് കൂടുതൽ ഇനി ഈ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇനി അറിയാത്ത ക്വസ്റ്റ്യൻ, ഈ ഇൻറ്റഗ്രേഷൻ, ഒന്നാമത് ഇൻറ്റഗ്രേഷനൊന്നും പിന്നാലെ ഓവറായിട്ട് നിങ്ങൾ പോകണ്ട കേട്ടോ. കാരണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇൻറ്റഗ്രേഷന് പിന്നാലെ ഓവറായിട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആവില്ല ഇൻറ്റഗ്രേഷനിൽ വരിക. കാരണം ഇൻറ്റഗ്രേഷനിൽ 10-600 ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അത്രയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു
ട്വിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ കോമൺ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ എക്സാമിന് വന്നോളന്നില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ചുമ്മാ സമയം കളഞ്ഞ് ഇൻറ്റഗ്രേഷനൊന്നും പിന്നാലെ പോകണ്ട. നിങ്ങൾക്ക് അറിയുന്ന ഗ്രാഫ്, മെട്രിക്സ് മെത്തേഡ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള ഇതിൽ മെട്രിക്സ് മെത്തേഡ് ഞാൻ ചെയ്തിട്ടില്ല. മെട്രിക്സ് മെത്തേഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ഓൾറെഡി നിങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസിന് പിന്നാലെ പോകണ്ട. അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പിന്നാലെ പോകണ്ട. കൂടുതൽ സമയം കളയുന്നില്ല മക്കളെ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ക്ലാസ് എക്സാം എന്താ പറയുക, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ സാർ ആൻസർ കിട്ടും. ഓക്കെ.